ഓം ശാന്തി. 12/3/2026 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, ഈ പഠിപ്പ് വരുമാന മാർഗമാണ്. ഇതിലൂടെ നിങ്ങൾ മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുന്നു. 21 ജന്മത്തേക്ക് സത്യമായ സമ്പാദ്യമായി തീരുന്നു. ചോദ്യം: ബാബ കേൾപ്പിച്ചു തരുന്ന മധുരമധുരമായ കാര്യങ്ങൾ എപ്പോൾ ധാരണയാകും? ഉത്തരം: എപ്പോഴാണോ ബുദ്ധിയിൽ പരമത്, അതായത് മറ്റുള്ളവരുടെ അഭിപ്രായം, അല്ലെങ്കിൽ മന്മത്, അതായത് തന്നിഷ്ടം പ്രഭാവമുണ്ടാക്കാത്തത്, അപ്പോൾ. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന കുട്ടികളുടെ ബുദ്ധിയിൽ ധാരണയുണ്ടാവുക സാധ്യമല്ല. ആരെങ്കിലും ജ്ഞാനത്തിൻ്റേതല്ലാതെ വേറെ എന്തെങ്കിലും കേൾപ്പിക്കുകയാണെങ്കിൽ അവർ ശത്രുവിനെ പോലെയാണ്. അസത്യമായ കാര്യങ്ങൾ കേൾപ്പിക്കുന്നവർ ഒരുപാടുണ്ട്. അതുകൊണ്ട് മോശമായത് കേൾക്കരുത്, മോശമായത് കാണരുത്. മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുന്നതിനു വേണ്ടി ഒരു ബാബയുടെ ശ്രീമത്തിലൂടെ മാത്രം നടക്കണം. ഗീതം നമ്മുടെ തീർത്ഥസ്ഥാനം വേറിട്ടതാണ്. ഓം ശാന്തി. ഈ ഗീതത്തിൽ നമ്മുടെ മഹിമ ചെയ്യുന്നത് പോലെയാണ്. വാസ്തവത്തിൽ നമ്മുടെ മഹിമ ചെയ്യേണ്ടതില്ല. ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഭാരതവാസികൾ വളരെ വിവേകശാലികളായിരുന്നു. ഇപ്പോൾ വിവേകമില്ലാത്തവരായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ചോദ്യം ഉദിക്കുകയാണ്: ആരായിരുന്നു വിവേകശാലി? ഇത് എവിടെയും എഴുതി വച്ചിട്ടില്ല. നിങ്ങൾ ഗുപ്തമാണ്. എത്ര അത്ഭുതകരമായ കാര്യങ്ങളാണ്! ഒന്നാമതായി ബാബ പറയുന്നു, എന്നിലൂടെ തന്നെയാണ് കുട്ടികൾക്കെന്നെ അറിയാൻ കഴിയുന്നത്. പിന്നീട് എന്നിലൂടെ എല്ലാം അറിയുന്നു. സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ കളി എന്താണോ അതിനെ അറിയുന്നു. വേറെ ആരും അറിയുന്നില്ല. കൂടാതെ മുഖ്യമായൊരു കാര്യം, നിരാകാരനായ പരമപിത പരമാത്മാവിന് പകരം കൃഷ്ണന്റെ പേര് ഇട്ടു. ഒന്നാമത്തെ ശാസ്ത്രമായ ഏതിനെയാണോ ശ്രീമദ് ഭഗവത്ഗീതയെന്ന് പറയുന്നത്, അത് തന്നെ തെറ്റായിരിക്കുകയാണ്. അതിനാൽ ആദ്യം വ്യക്തമാക്കണം ഭഗവാൻ ഒന്നു മാത്രമാണെന്ന്. പിന്നീട് ചോദിക്കണം, ഗീതയുടെ ഭഗവാൻ ആരാണ്? ഭാരതത്തിന്റെ ആദി സനാതന ദേവീദേവതാ ധർമ്മമാണ്. അഥവാ പുതിയ ധർമ്മമെന്ന് പറയുന്നുവെങ്കിൽ ബ്രാഹ്മണ ധർമ്മമെന്ന് പറയും. ആദ്യം കുടുമയായ ബ്രാഹ്മണർ, പിന്നീട് ദേവതകൾ. ഉയർന്നതിലും ഉയർന്ന ബ്രാഹ്മണ ധർമ്മമാണ്. പരംപിത പരമാത്മാവ് ബ്രഹ്മാവിലൂടെ രചിക്കുന്ന അതേ ബ്രാഹ്മണർ തന്നെയാണ് പിന്നീട് ദേവതയായി മാറുന്നത്. മുഖ്യമായ കാര്യമാണ്, ഭഗവാൻ എല്ലാവരുടെയും അച്ഛനാണ്. പുതിയ ലോകത്തിന്റെ രചയിതാവ്. തീർച്ചയായും പുതിയ ലോകമല്ലേ രചിക്കുക. പുതിയ ലോകത്തിൽ പുതിയ ഭാരതമാകുന്നു. ജന്മവും ഭാരതത്തിൽ എടുക്കുന്നു. ഭാരതത്തെ തന്നെയാണ് ബ്രഹ്മാവിലൂടെ സ്വർഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ തന്റേതാക്കി മാറ്റിയതിന് ശേഷം പഠിപ്പിക്കുന്നു, മനുഷ്യനിൽ നിന്ന് ദേവതയാക്കി മാറ്റുന്നതിന്. നിങ്ങൾ ആദ്യം ശൂദ്രവർണത്തിലേതായിരുന്നു, പിന്നീട് ബ്രാഹ്മണ വർണ്ണത്തിൽ വന്നു, പിന്നീട് ദൈവിക വർണ്ണത്തിൽ. പിന്നാലെ വൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു ധർമ്മത്തിൽ നിന്ന് അനേകം ഉണ്ടാകുന്നു. ശാഖോപശാഖകളും എല്ലാ ധർമ്മത്തിലും ഉണ്ടാകുന്നു. ഓരോ ധർമ്മത്തിൽ നിന്നും വരുന്നു. 3 ശാഖകളുണ്ടല്ലോ. ഇതാണ് മുഖ്യമായത്. ഓരോന്നിൽ നിന്നും അവരവരുടെ ശാഖകൾ ഉണ്ടാകുന്നു. മുഖ്യമായത് അടിത്തറയാണ്. പിന്നീട് 3 ശാഖകളാണ് മുഖ്യം. തടിമരമാണ് ആദി സനാതന ദേവീദേവതാ ധർമ്മം. അവരെല്ലാവരും ഇപ്പോൾ രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിൽവാഡ ക്ഷേത്രം വളരെ നന്നായി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ മുഴുവൻ വിവരങ്ങളുമുണ്ട്. കുട്ടികൾ എവിടെ ഇരിക്കുന്നു?
കൽപ്പം മുൻപും നിങ്ങൾ രാജയോഗത്തിന്റെ തപസ്യ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണോ ക്രിസ്തുവിന്റെ ഓർമ്മചിഹ്നം ക്രിസ്ത്യൻ ദേശത്തിലുള്ളത്, അതുപോലെ നിങ്ങൾ കുട്ടികൾ ഇവിടെ തപസ്യ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെയും ഓർമ്മചിഹ്നം ഇവിടെയുണ്ട്. വളരെ സഹജമാണ്. പക്ഷെ ആരും തന്നെ അറിയുന്നില്ല. സന്യാസിമാരാണെങ്കിൽ ഇതെല്ലാം കൽപ്പനയാണെന്ന് പറയുന്നു. എങ്ങനെ സങ്കല്പിക്കുന്നുവോ അതേപോലെ നിങ്ങളെക്കുറിച്ചും പറയുന്നു, ഈ ചിത്രങ്ങളെല്ലാം സങ്കല്പത്തിലൂടെ ഉണ്ടാക്കിയതാണ് എന്ന്. ബാബയെ അറിയുന്നതുവരെ സങ്കല്പമെന്ന് തന്നെ മനസ്സിലാക്കുന്നു. നോളജ്ഫുൾ ഒരു ബാബ മാത്രമാണല്ലോ. അതിനാൽ ബാബയുടെ പരിചയം നൽകലാണ് മുഖ്യം. ആ ബാബ സ്വർഗത്തിന്റെ സമ്പത്ത് നൽകുന്നു. കൽപ്പം മുൻപും നൽകിയിരുന്നു. പിന്നീട് 84 ജന്മങ്ങൾ എടുക്കേണ്ടി വന്നു. ഭാരതവാസികൾക്ക് തന്നെയാണ് 84 ജന്മങ്ങൾ ഉണ്ടാവുന്നത്. പിന്നീട് സംഗമയുഗത്തിൽ ബാബ വന്ന് രാജധാനി സ്ഥാപിക്കുന്നു. നിങ്ങൾ കുട്ടികൾ ബാബയിലൂടെ മനസ്സിലാക്കി. എപ്പോൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയോ ബുദ്ധിയിലിരുന്നാൽ സന്തോഷവും ഉണ്ടാവും. ഈ പഠനം വലിയ വരുമാന മാർഗമാണ്. പഠനത്തിലൂടെ തന്നെയാണ് മനുഷ്യർ വക്കീൽ മുതലായവ ആകുന്നത്. എന്നാൽ ഈ പഠനം മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിൻ്റെയാണ്. പ്രാപ്തി എത്ര വലുതാണ്! ഇതുപോലുള്ള പ്രാപ്തി ആർക്കും നൽകാൻ സാധിക്കില്ല. ഗ്രന്ഥത്തിൽ പാടിയിട്ടുണ്ട്, മനുഷ്യനിൽ നിന്നും ദേവതയായി അനേക തവണ. പക്ഷെ മനുഷ്യരുടെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല. തീർച്ചയായും ആ ദേവി ദേവതാ ധർമ്മം പ്രായലോപമായി മാറി. അപ്പോഴാണ് എഴുതിയത് മനുഷ്യനിൽ നിന്നും ദേവതയായി മാറി എന്ന്. ദേവതകൾ സത്യയുഗത്തിലായിരുന്നു. അവരെ തീർച്ചയായും ഭഗവാൻ സംഗമത്തിലായിരിക്കും രചിച്ചിട്ടുണ്ടാവുക. എങ്ങനെ രചിച്ചു ഇതറിയുന്നില്ല. ഗുരു നാനാക്കും പരമാത്മാവിന്റെ മഹിമ പാടിയിട്ടുണ്ട്. അതുപോലുള്ള മഹിമ ആരും പാടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഗ്രന്ഥത്തെ ഭാരതത്തിൽ പഠിക്കുന്നത്. ഗുരു നാനാക്കിന്റെ അവതാരം കലിയുഗത്തിലാണ് ഉണ്ടാവുന്നത്. അദ്ദേഹം ധർമ്മസ്ഥാപകനാണ്. രാജ്യപദവി മുൻപാണ് ഉണ്ടായിരുന്നത്. ബാബ ഈ ദേവി ദേവതാ ധർമ്മം സ്ഥാപിക്കുന്നു. വാസ്തവത്തിൽ പുതിയ ലോകം ബ്രാഹ്മണരുടേത് തന്നെയാണെന്നാണ് പറയുക. കുടുംബ കേവലം ബ്രാഹ്മണർക്ക് തന്നെയാണ്. പക്ഷേ രാജധാനി ദേവി ദേവതകളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നിങ്ങൾ ബ്രാഹ്മണർ രചിക്കപ്പെടുകയാണ്. നിങ്ങളുടെ രാജധാനി ഇല്ല. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി രാജധാനി സ്ഥാപിക്കുകയാണ്. വളരെ അത്ഭുതകരമായ കാര്യങ്ങളാണ്. മനുഷ്യരാണെങ്കിൽ ഒന്നും അറിയുന്നില്ല. ആദ്യമാദ്യം സ്വയം അറിയുന്നുവെങ്കിൽ തങ്ങളിലൂടെ മറ്റുള്ളവരും അറിയുന്നു. നിങ്ങൾ ശൂദ്രനിൽ നിന്ന് ബ്രാഹ്മണരായി മാറിയിരിക്കുകയാണ്. ബ്രഹ്മാവിനും ഇവിടെ ബാബയിലൂടെ അറിയേണ്ടി വന്നിരിക്കുകയാണ്. ഒരാൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുന്നു. അവരുടെ ശരീരത്തിലൂടെ നിങ്ങൾ കുട്ടികൾക്കിരുന്ന് മനസ്സിലാക്കി തരുന്നു. ഇതാണ് അനുഭവത്തിന്റെ കാര്യങ്ങൾ. ശാസ്ത്രങ്ങളിലൂടെ ആരും ഒട്ടും തന്നെ അറിയുന്നില്ല. ബാബ പറയുന്നു, മുഴുവൻ കൽപ്പത്തിൽ ഒരു തവണ മാത്രമാണ് ഞാൻ ഇങ്ങനെ വന്ന് മനസ്സിലാക്കി തരുന്നത്. മറ്റ് അനേകം ധർമ്മങ്ങളുടെ വിനാശവും ഒരു ധർമ്മത്തിന്റെ സ്ഥാപനയും ചെയ്യിക്കുന്നു. ഇത് 5000 വർഷത്തിന്റെ കളിയാണ്. നിങ്ങൾ കുട്ടികൾക്കറിയാം, നമ്മൾ 84 ജന്മങ്ങൾ എടുത്തുവെന്ന്. വിഷ്ണുവിന്റെ നാഭിയിൽ ബ്രഹ്മാവിനെ കാണിച്ചിരിക്കുന്നു. ബ്രഹ്മാവും വിഷ്ണുവും ആരുടെ കുട്ടികളാണ്? 2 കുട്ടികളും ശിവന്റെയാണ്. അത് രചയിതാവാണ്, മറ്റേത് രചന. ഈ കാര്യങ്ങൾ ആരും തന്നെ മനസ്സിലാക്കുന്നില്ല. തികച്ചും പുതിയ കാര്യമാണ്. ബാബയും പറയുന്നു, ഇത് പുതിയ കാര്യങ്ങളാണ്. ഒരു ശാസ്ത്രത്തിലും ഈ കാര്യങ്ങൾ ഉണ്ടാവുക സാധ്യമല്ല. ജ്ഞാനത്തിന്റെ സാഗരമാണ് ബാബ. ബാബ തന്നെയാണ് ഗീതയുടെ ഭഗവാൻ.
ഭക്തിമാർഗത്തിൽ ശിവജയന്തിയും ആഘോഷിക്കാറുണ്ട്. സത്യത്രേതായുഗത്തിൽ ആഘോഷിക്കുന്നില്ല. അതിനാൽ തീർച്ചയായും സംഗമത്തിൽ തന്നെയാണ് വരിക. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യൂ. മനസ്സിലാക്കി തരുന്ന ബാബയുടെ മഹിമ എന്താണോ അത് കുട്ടികളുടേതുമാകണം. നിങ്ങളും മാസ്റ്റർ ജ്ഞാനസാഗരമായി മാറണം. പ്രേമത്തിന്റെ സാഗരം, സുഖത്തിന്റെ സാഗരം ഇവിടെയായി മാറണം. ആർക്കും ദുഃഖം കൊടുക്കരുത്. വളരെ മധുരമായി മാറണം. നിങ്ങൾ കടുത്ത വിഷത്തെ പോലെയായിരുന്നു. നിങ്ങൾ തന്നെ നിർവികാരി ബ്രാഹ്മണരായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈശ്വരന്റെ സന്താനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വികാരിയിൽ നിന്ന് നിർവികാരി ദേവതയായി മാറിക്കൊണ്ടിരിക്കുന്നു. പകുതി കൽപ്പം നിങ്ങൾ പതീതമായി മാറി ഇപ്പോൾ വളരെ ജീർണിച്ച അവസ്ഥയായിരിക്കുന്നു. അഴുക്കായ വസ്ത്രം അടിക്കുന്നതിലൂടെ പൊട്ടിക്കീറി മുറിഞ്ഞു പോകുന്നു. ഇവിടെയും ജ്ഞാനത്തിന്റെ വടി പ്രയോഗിക്കുന്നതിലൂടെ പൊട്ടിപ്പൊടിഞ്ഞു പോകുന്നു. ചില വസ്ത്രം അത്രയും അഴുക്കുള്ളതാണെങ്കിൽ വൃത്തിയാക്കുന്നതിൽ വളരെയധികം സമയം വേണ്ടിവരുന്നു. പിന്നീട് അവിടെയും കുറഞ്ഞ പദവി ലഭിക്കുന്നു. ബാബ അലക്കുകാരനാണ്. നിങ്ങളും കൂടെ സഹായികളാണ്. അലക്കുകാരും നമ്പർ വൈസാണ്. അലക്കുകാരൻ നന്നായി വസ്ത്രം വൃത്തിയാക്കിയില്ല എങ്കിൽ പറയുമല്ലോ, ഇയാൾ ക്ഷുരകനെ പോലെയാണെന്ന്. ഇന്നത്തെ കാലത്ത് വസ്ത്രം വൃത്തിയായി അലക്കാനും പഠിക്കുന്നു. മുൻപ് ഗ്രാമത്തിൽ വളരെ മോശമായ വസ്ത്രങ്ങൾ അലക്കിയിരുന്നു. ഈ കലയും പുറത്തുനിന്ന് വന്നിട്ടുള്ളതാണ്. പുറത്തുള്ളവർ കുറച്ച് ആദരവ് നൽകുന്നു. പൈസ മുതലായവയുടെ സഹായം ചെയ്യുന്നു. ഇവർ നല്ല സാമൂഹികതയുള്ളവരാണെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ അധപതിച്ചിരിക്കുന്നു. വീഴുന്നവരുടെ മേൽ ദയ തോന്നുമല്ലോ. ബാബ പറയുന്നു, നിങ്ങളെ എത്ര ധനവാനാക്കി മാറ്റിയിരുന്നു. മായ എന്ത് അവസ്ഥയാക്കിയിരിക്കുന്നു. നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു, നമ്മൾ വിജയമാലയിലേതായിരുന്നു. പിന്നീട് 84 ജന്മങ്ങളെടുത്ത് എന്തായി മാറിയിരിക്കുന്നു. അത്ഭുതമല്ലേ? നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. നിങ്ങൾ ഭാരതവാസികൾ സ്വർഗവാസികളായിരുന്നു. ഭാരതം തന്നെയായിരുന്നു സ്വർഗം. പിന്നീട് താഴേക്ക് വീണ് നരകവാസിയുമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, പവിത്രമായി സ്വർഗവാസിയായി മാറൂ. മന്മന ഭവ. ശിവഭഗവാന്റെ വാക്കാണ്, എന്നെ മാത്രം ഓർമ്മിക്കൂ. ഓർമ്മയുടെ യാത്രയിലൂടെ നിങ്ങളുടെ എല്ലാ പാപവും നഷ്ടമാകും. ശാസ്ത്രങ്ങളിൽ എഴുതിയിട്ടുണ്ട്, കൃഷ്ണൻ ഓടിച്ചു റാണിയാക്കുന്നതിന്. നിങ്ങളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. റാണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ കാര്യങ്ങളൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ബാബ വന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നു. ബാബ പറയുന്നു, ഞാൻ ഓരോ കൽപ്പവും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വരുന്നു. അതിനാൽ ആദ്യം ഭഗവാൻ ഒന്നാണ്. ഇത് വ്യക്തമാക്കിയതിനു ശേഷം പറയൂ, ഗീതയുടെ ഭഗവാൻ ആരാണ്? രാജയോഗം പഠിപ്പിച്ചതാരാണ്? ഭഗവാൻ തന്നെയാണ് ബ്രഹ്മാവിലൂടെ സ്ഥാപന ചെയ്യിക്കുന്നത്. പിന്നീട് വിനാശവും പാലനയും ചെയ്യിക്കുന്നത്. ആരാണോ ബ്രാഹ്മണർ അവർ തന്നെയാണ് പിന്നീട് ദേവതയായി മാറുന്നത്. ഈ കാര്യങ്ങൾ അവരുടെ ബുദ്ധിയിലാണ് ഉള്ളത്. ആരാണോ കൽപ്പം മുൻപും മനസ്സിലാക്കിയത്. ഓരോ നിമിഷവും എന്താണോ സംഭവിച്ചത് ഈ സമയം വരെയുള്ളത് മനസ്സിലാക്കും. ഡ്രാമയിൽ നിങ്ങൾക്ക് ഒരുപാട് പുരുഷാർത്ഥം ചെയ്യണം. ഇതാണെങ്കിൽ കുട്ടികൾ മനസ്സിലാക്കുന്നു, ഇപ്പോൾ നമ്മുടെ ആ അവസ്ഥ ആയിട്ടില്ല, സമയമെടുക്കും. കർമാതീതമായെങ്കിൽ പിന്നീട് എല്ലാവരും നമ്പർ 1 പാസ്സാകും. പിന്നെ യുദ്ധവും തുടങ്ങും. പരസ്പരം പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്കറിയാം, എവിടെ നോക്കിയാലും യുദ്ധത്തിന്റെ തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ തരത്തിലും തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്തെല്ലാമാണോ ദിവ്യ ദൃഷ്ടിയിലൂടെ കണ്ടത് അത് പിന്നീട് ഈ കണ്ണുകളിലൂടെ കാണും.
വിനാശത്തിന്റെ സാക്ഷാത്കാരം ചെയ്തു. പിന്നീടത് കണ്ണുകളിലൂടെ കാണും. സ്ഥാപനയുടെ സാക്ഷാത്കാരവും ചെയ്തു. പിന്നീട് പ്രായോഗികമായി രാജപദവിയും കാണും. നിങ്ങൾ കുട്ടികൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടാകണം. ഇതാണെങ്കിൽ പഴയ ശരീരമാണ്. യോഗത്തിലൂടെ ആത്മാവ് പവിത്രമായി മാറും. പിന്നീട് ഈ പഴയ ശരീരം ഉപേക്ഷിക്കണം. 84 ജന്മങ്ങളുടെ ചക്രം പൂർത്തിയായി. പിന്നീട് തീർച്ചയായും എല്ലാവർക്കും പുതിയ ശരീരം ലഭിക്കും. ഇതും മനസ്സിലാക്കുന്നതിന് വളരെ സഹജമായ കാര്യങ്ങളാണ്. മനസ്സിലാക്കി കൊടുക്കാനും കഴിയുന്നു. കലിയുഗത്തിന് ശേഷം തീർച്ചയായും സത്യയുഗം ഉണ്ടാകും. അനേക ധർമ്മങ്ങളുടെ വിനാശം തീർച്ചയായും ഉണ്ടാകും. പിന്നീട് ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിന്റെ സ്ഥാപനാർത്ഥം ബാബയ്ക്ക് വരേണ്ടി വന്നു. ഇപ്പോൾ നിങ്ങൾ ദേവതയായി മാറുന്നതിന് വേണ്ടി ബ്രാഹ്മണരായി മാറിയിരിക്കുകയാണ്. വേറെ ആർക്കും ആകാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ ശിവബാബയുടേതായി മാറിയിരിക്കുകയാണ്. ശിവബാബ നമുക്ക് സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു. ശിവജയന്തി അർത്ഥം തന്നെ ഭാരതത്തിന് സമ്പത്ത് ലഭിക്കുക എന്നാണ്. ശിവബാബ വന്ന് എന്ത് ചെയ്തു? ഇസ്ലാം, ബൗദ്ധി മുതലായവർ വന്ന് അവരുടെ ധർമ്മം സ്ഥാപിച്ചു. ബാബ വന്ന് എന്ത് ചെയ്തു? തീർച്ചയായും സ്വർഗം സ്ഥാപിച്ചു. എങ്ങനെ സ്ഥാപിച്ചു? എങ്ങനെയാണ് സ്ഥാപന ഉണ്ടാവുന്നത്? അതിപ്പോൾ നിങ്ങൾക്കറിയാം. പിന്നീട് സത്യയുഗത്തിൽ ഇതെല്ലാം മറക്കും. ഇതുമറിയാം. 21 ജന്മത്തിന്റെ സമ്പത്ത് ഇപ്പോഴാണ് എടുക്കുന്നത്. ഇത് ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. അവിടെ മനസ്സിലാക്കും, ഇത് അച്ഛനാണ്, ഇത് കുട്ടിയാണ്. കുട്ടികൾക്ക് സമ്പത്ത് ലഭിക്കുന്നു. പക്ഷേ ഇത് ഇപ്പോഴത്തേതിന്റെ പ്രാപ്തിയാണ്. സത്യമായ സമ്പാദ്യം ചെയ്ത് 21 ജന്മത്തേക്ക് വേണ്ടി നിങ്ങളിപ്പോൾ സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുകയാണ്. 84 ജന്മങ്ങൾ എടുക്കുക തന്നെ വേണം. സതോ പ്രധാനത്തിൽ നിന്ന് പിന്നീട് സതോ രജോ തമോയിൽ വരും. ഇത് നല്ല രീതിയിൽ ഓർമ്മിക്കുന്നതിലൂടെ സന്തോഷത്തിലിരിക്കും. മനസ്സിലാക്കി കൊടുക്കുന്നതിൽ വളരെയധികം പരിശ്രമമുണ്ടാവുന്നു. എപ്പോൾ മനസ്സിലാക്കുന്നുവോ അപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമുണ്ടാകുന്നു. ഏത് കുട്ടികളാണോ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നത് അവർ പിന്നീട് അനേകർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. മുള്ളുകളെ പുഷ്പമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് പരിധിയില്ലാത്ത പഠിപ്പ്. സമ്പത്തും പരിധിയില്ലാത്തത് ലഭിക്കുന്നു. പിന്നീട് ഇതിന്റെ ത്യാഗവും പരിധിയില്ലാത്തതാണ്. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നും മുഴുവൻ ലോകത്തിന്റെയും ത്യാഗം ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കറിയാം, ഈ പഴയ ലോകം അവസാനിക്കുകയാണ്. ഇപ്പോൾ പുതിയ ലോകത്തിലേക്ക് പോകണം. അതിനാൽ പരിധിയില്ലാത്ത സന്യാസം ചെയ്യിക്കുന്നു. സന്യാസിമാരുടേത് പരിധിയുള്ള സന്യാസമാണ്. കൂടാതെ അവരുടേത് ഹഠയോഗമാണ്. ഇതിൽ ഹഠയോഗത്തിന്റെ കാര്യമില്ല. ഇതാണെങ്കിൽ പഠിപ്പാണ്. പാഠശാലയിൽ പഠിക്കണം. മനുഷ്യനിൽ നിന്ന് ദേവതയായി മാറുന്നതിന് വേണ്ടി. ശിവഭഗവാനു വാച, കൃഷ്ണനല്ല. കൃഷ്ണനെ സ്വർഗത്തിലെ രാജകുമാരൻ എന്ന് പറയുമ്പോൾ എത്ര മധുരമധുരമായ കാര്യങ്ങൾ മനസ്സിലാക്കാനും ധാരണ ചെയ്യാനുമുണ്ട്. ദൈവിക ലക്ഷണവും വേണം. ഒരിക്കലും കേട്ട് കേൾപ്പിച്ച കാര്യങ്ങളിൽ മുഴുകരുത്. ജ്ഞാനത്തിന്റെ കാര്യങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും കേൾപ്പിക്കുകയാണെങ്കിൽ മനസ്സിലാക്കൂ, ഇവർ നമ്മുടെ ശത്രുവാണ്. ദുർഗതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഒരിക്കലും പരമത്തിലേക്ക് പോകരുത്. മന്മത്ത് പരമത്തിലേക്ക് പോയി എങ്കിൽ അവർ മരിച്ചു. ബാബ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. അസത്യമായ കാര്യങ്ങൾ പറയുന്നവരാണെങ്കിലോ ഒരുപാടുണ്ട്. നിങ്ങൾ ബാബയിൽ നിന്ന് തന്നെ കേൾക്കണം. മോശമായത് കേൾക്കരുത്, മോശമായത് കാണരുത്. ബാബ്ദാദ വന്നത് തന്നെ മനുഷ്യനിൽ നിന്ന് ദേവതയാക്കി മാറ്റുന്നതിനാണെങ്കിൽ ബാബയുടെ ശ്രീമത്തിൽ നടക്കണം. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും
പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: 1. ഇവിടെ ബാബയ്ക്ക് സമാനം സുഖത്തിന്റെ സാഗരം പ്രേമത്തിന്റെ സാഗരമായി മാറണം. സർവഗുണങ്ങളും ധാരണ ചെയ്യണം. ആർക്കും ദുഃഖം കൊടുക്കരുത്. 2. കേട്ടുകേൾവിയുടെ കാര്യങ്ങളിൽ ഒരിക്കലും വിശ്വസിക്കരുത്. പരമത്തിലൂടെ നടക്കരുത്. മോശമായത് കേൾക്കരുത്. മോശമായത് കാണരുത്. വരദാനം: ഞാൻ എന്ന ഭാരത്തെ സമാപ്തമാക്കി പ്രത്യക്ഷ ഫലം അനുഭവിക്കുന്ന ബാലകനും അധികാരിയുമായി ഭവിക്കട്ടെ. ഏതെങ്കിലും പ്രകാരത്തിലുള്ള ഞാനെന്ന ഭാവം വന്നാൽ തലയിൽ ഭാരം വരുന്നു. എന്നാൽ ബാബ ഓഫർ തരികയാണ്. അതായത് എല്ലാ ഭാരവും എനിക്ക് തരൂ. താങ്കൾ കേവലം നൃത്തം ചെയ്യൂ, പറക്കൂ. പിന്നെ ഈ ചോദ്യം എന്തുകൊണ്ട്, അതായത് സേവനം എങ്ങനെ നടക്കും, പ്രഭാഷണം എങ്ങനെ ചെയ്യും? താങ്കൾ കേവലം നിമിത്തമാണെന്ന് മനസ്സിലാക്കി കണക്ഷൻ പവർ ഹൗസുമായി യോജിപ്പിച്ച് ഇരിക്കൂ. നിരാശരാകരുത്. എങ്കിൽ ബാപ്ദാദ എല്ലാം സ്വമേധയാ ചെയ്യിപ്പിക്കും. ബാലകനും അധികാരിയും എന്ന് മനസ്സിലാക്കി ശ്രേഷ്ഠസ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ. എങ്കിൽ പ്രത്യക്ഷ ഫലത്തിന്റെ അനുഭൂതി ഉണ്ടായിക്കൊണ്ടിരിക്കും. സ്ലോഗൻ: ജ്ഞാനദാനത്തോടൊപ്പം ഗുണദാനവും ചെയ്യൂ. എങ്കിൽ സഫലത കിട്ടിക്കൊണ്ടിരിക്കും. അവ്യക്ത സൂചന: നിശ്ചയത്തിന്റെ അടിത്തറ ശക്തിശാലിയാക്കി സദാ നിർഭയരും നിശ്ചിന്തരുമായിരിക്കൂ. എങ്ങനെയുള്ള കടുത്ത പരിതസ്ഥിതിയാകട്ടെ, എന്നാൽ കളിയെന്ന് മനസ്സിലാക്കുന്നതിലൂടെ കടുത്ത പ്രശ്നം പോലും ഭാരരഹിതമായി മാറുന്നു. പല കുട്ടികളിലും ധൈര്യമുണ്ട്. അതിനാൽ ഏതെങ്കിലും പ്രശ്നം വന്നാൽ പറയുന്നു, ശരി, ചെയ്യാം, നോക്കാം എന്ന്. ധൈര്യമൊക്കെയുണ്ട്, പക്ഷെ വിശ്വാസമില്ല. വിശ്വാസമുള്ളവരുടെ വാക്ക് അങ്ങനെ ആയിരിക്കില്ല. വിശ്വസ്തതയുടെ അർത്ഥം തന്നെ ഇതാണ്: മനസ്സ്, വാക്ക്, കർമ്മം, ഓരോ കാര്യത്തിലും നിശ്ചയബുദ്ധി. അവരുടെ മുഖത്തു നിന്ന് ഒരിക്കലും ധൈര്യം കെടുത്തുന്ന ഒരു വാക്ക് പോലും വരില്ല. ഓം ശാന്തി.